السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഹജ്ജിൻ്റെ അധ്യായത്തിനു മുമ്പാണ് നോമ്പിൻ്റെ അധ്യായം സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഹജ്ജിനേക്കാൾ സൗമിനെ മുന്തിച്ചത്? ഇമാം ബുജൈരിമി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖദ്ദമഹു അലൽ ഹജ്ജി നളറൻ ലികസറത്തി അഫ്റാദി മൻ യജിബു അലൈഹി ബിഖിലാഫിൽ ഹജ്ജി. ഹജ്ജിനേക്കാൾ സൗമിനെ മുന്തിക്കാനുള്ള കാരണം നോമ്പ് നിർബന്ധമാകുന്ന ആളുകൾ ഒത്തിരിയുണ്ട് എന്നതിലേക്ക് നോക്കിയിട്ടാണ് ഹജ്ജിനപേക്ഷിച്ച്. ഇപ്പം ഹജ്ജ് നിർബന്ധമാകുന്ന ആളുകളും നോമ്പ് നിർബന്ധമാകുന്ന ആളുകളും ഒന്ന് പരിശോധന നടത്തിയാൽ ഹജ്ജ് നിർബന്ധമാകുന്നവരപേക്ഷിച്ച് നോമ്പ് നിർബന്ധമാകുന്ന ആളുകൾ ഒരുപാടുണ്ടാകും. കാരണം ഹജ്ജിൻ്റെ ഇസ്തിത്വാഴത്ത് കുറച്ചുകൂടി സംഗതികൾ സാമ്പത്തികമായിട്ടും മറ്റൊക്കെ വേണമല്ലോ. അപ്പം നോമ്പ് നിർബന്ധമാകുന്ന ആളുകൾ ഒത്തിരിയുണ്ട്, അവർ കസീറാണ് എന്നതിനെ പരിഗണിച്ചാണ് നോമ്പിൻ്റെ അധ്യായം ഹജ്ജിൻ്റെ അധ്യായത്തേക്കാൾ മുന്തിച്ചത്. പിന്നെ സൗമ് എന്നും സ്വയാമ് എന്നും രണ്ടും ഉപയോഗമുണ്ട്, രണ്ടും മസ്ദറാണ്. സ്വാമയസൂമ് എന്നതിൻ്റെ മസ്ദറാണ് സൗമായാലും സ്വയാമായാലും. സ്വയാമ് എന്ന് യാ കൊണ്ട് പറയുന്നത് സമഇയായ മസ്ദറും വാവ് കൊണ്ട് സൗം എന്ന് പറയുന്നത് ഖിയാസിയായ മസ്ദറുമാണ്. സൗമ് സ്വയാമ് എന്താണ് അതിൻ്റെ ഭാഷാർത്ഥം? ഭാഷയിൽ സൗമ് സ്വയാമ് എന്നൊക്കെ പറഞ്ഞാൽ അൽ ഇംസാക്കു, പിടിച്ചു നിൽക്കൽ, തടയൽ എന്നൊക്കെയാണ്. പിടിച്ചു നിൽക്കുക, തടയുക എന്നൊക്കെ. ഏതൊരു പിടിച്ചു നിൽക്കലിനും തടയലിനും ഭാഷയിൽ ഇംസാക്ക് അല്ല സൗമ് എന്ന് പ്രയോഗിക്കും. ഇപ്പൊ വിശുദ്ധ ഖുർആനിൽ മറിയം ബീവിയെ തൊട്ട് അള്ളാഹു ഹിക്കായത്ത് ചെയ്യുന്നുണ്ടല്ലോ, ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ, തീർച്ചയായും അള്ളാഹുവിന് ഞാൻ സൗമിനെ നേർച്ചയാക്കി. ഈ സൗമ് എന്ന് പറഞ്ഞാൽ എന്താ? ഐ ഇംസാക്കൻ വ സുക്കൂത്തൻ അനിൽ കലാമി, സംസാരത്തെ തൊട്ട് മൗനിയാകലിനെ, പിടിച്ചു നിൽക്കലിനെ, തടഞ്ഞുവെക്കലിനെ ഞാൻ നേർച്ചയാക്കിയതാണ്. അപ്പോൾ സൗമ് എന്ന് പറഞ്ഞാൽ അവിടെ സംസാരിക്കാതിരിക്കുക, സംസാരത്തെ തൊട്ട് പിടിച്ചു നിൽക്കുക എന്നാണ് ഉദ്ദേശ്യം, അർത്ഥം. അപ്പോൾ ഭാഷയിൽ ഏതൊരു തരം ഇംസാക്കിനും സൗമ് എന്ന് പ്രയോഗിക്കും. സ്വാമ എന്ന് പറയും മൗനിയായാൽ, സ്വാമത്തിൽ ഖൈലു എന്ന് പറയും കുതിര നിന്നാൽ. എന്നാൽ ശർഇൽ സൗമ് എന്ന് പറഞ്ഞാൽ എന്താ? ഇമാം നബവി റളിയല്ലാഹു അൻഹു ശറഹുൽ മുഹദ്ദബിൽ വിശദീകരിച്ചത് ഇംസാക്കുൻ മഖ്സൂസുൻ, പ്രത്യേകമായ ഒരു ഇംസാക്ക്, സവിശേഷമായ ഒരു പിടിച്ചു നിൽക്കൽ, അൻ ഷൈഇൻ മഖ്സൂസിൻ, പ്രത്യേകമായ ചില സംഗതികളെ തൊട്ട്, ഫീ സമനിൻ മഖ്സൂസിൻ, പ്രത്യേകമായ ഒരു സമയത്ത്, മിൻ ഷഖ്സിൻ മഖ്സൂസിൻ, പ്രത്യേകമാകുന്ന ചില വ്യക്തികളിൽ നിന്ന്. അങ്ങനെയാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇമാം റംലി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു, ഇംസാഖു മുസ്ലിമിൻ മുമയ്യിസിൻ അനിൽ മുഫത്തിറാത്തി സാലിമിൻ മിനൽ ഹൈളി വൻ നിഫാസി വൽ വിലാദത്തി ഫീ ജമീഇഹി വമിനൽ ഇഗ്മാഇ വസ്സക്രി ഫീ ബഅദിഹി. ശർഇൽ നോമ്പ് സൗമ് എന്ന് പറഞ്ഞാൽ മുമയ്യിസായ മുസ്ലിമായ ആൾ പിടിച്ചു വെക്കുക, ഇംസാക്ക് ചെയ്യുക. എന്തിനെ തൊട്ട്? നോമ്പിനെ ദുഷിപ്പിക്കുന്ന കാര്യങ്ങളെ തൊട്ട്. എങ്ങനെയുള്ള മുസ്ലിം? ഈ റമളാനിൻ്റെ പകലിൽ, അതായത് നോമ്പിനെ സ്വീകരിക്കുന്ന ആ പകലിൽ മുഴുവനും ഹൈള്, നിഫാസ്, പ്രസവം എന്നതിൽ നിന്ന് സുരക്ഷിതത്വമുള്ള മുസ്ലിമായ ആൾ. അതായത് ഇനി ശേഷം നമ്മൾ വിശദീകരിക്കും. റമളാനിൻ്റെ പകലിൽ എപ്പോഴെങ്കിലും ഒരു ജുസ്ഇൽ ഹൈളോ നിഫാസോ ഉണ്ടായാൽ ആ നോമ്പ് പോയല്ലോ, പിന്നെ ആ നോമ്പ് ശരിയാകൂല, സാധുവാകൂല, ആ നോമ്പ് മഖ്ബൂലും അല്ല, വേറെ ഖളാ വിട്ടണം. ഈ വിലാദത്ത്, അതുപോലെ തന്നെ നിഫാസ്, ഹൈള്, ഇവയൊക്കെ ആ റമളാനിൻ്റെ പകൽ മുഴുവനും അതിൽ നിന്ന് സുരക്ഷിതത്വം ഉണ്ടാവണം.
എന്നാൽ ബോധക്ഷയം, ഉന്മാദം എന്നൊക്കെ പറയുന്ന സംഗതി അത് പകലിൻ്റെ ഏതെങ്കിലും ഒരു ജുസ്ഇൽ ഒരു സമയത്ത് അതിൽ നിന്ന് സുരക്ഷിതത്വം ഉണ്ടായാൽ മതി. മനസ്സിലായോ? ഒരാൾക്ക് മറ്റേ സുബഹയുടെ സമയമായി, അപ്പോൾ പിന്നെ അയാൾക്ക് കുഴപ്പമൊന്നുമില്ല, അയാൾ നല്ല ബോധക്ഷയമൊന്നുമില്ലാത്ത തെളിഞ്ഞ സമയമാണ്. പെട്ടെന്ന് അയാൾക്ക് എന്തുണ്ടായി? ഇഗ്മാ ഉണ്ടായി. എന്നാൽ പിന്നെ നോമ്പ് അയാൾക്ക് നിർബന്ധം തന്നെ, ഉന്മാദത്തിൻ്റെ അവിടെ അങ്ങനെ തന്നെ. അപ്പോൾ മുസ്ലിമായ മുമയ്യിസായ ആൾ ഈ നോമ്പ് ദുഷിപ്പിക്കുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കൽ, വിലങ്ങി നിൽക്കൽ, അതിനാണ്. ആ മുസ്ലിം എന്ന് പറയുമ്പോൾ റമദാനിൻ്റെ ആ പകലിൽ മുഴുക്കെ നിഫാസ്, ഹൈദ്, അതുപോലെ തന്നെ വിലാദത്ത് എന്നതിൽ നിന്ന് രക്ഷപ്പെട്ട, ഇഗ്മാ, അത് സുക്കർ, മറ്റേ ബോധക്ഷയം, അതുപോലെ തന്നെ ഉന്മാദം, മസ്താകുക, ഇതിൽ നിന്ന് ആ പകലിൻ്റെ ഏതെങ്കിലും ഒരു സമയത്തിൽ രക്ഷപ്പെട്ട ആൾ, അവർക്കാണ് ഇത് നിർബന്ധമാകുന്നത്. വശഹുറുഹു അഫ്ളലു ശുഹൂരി, ഈ റമദാനിൻ്റെ മാസം, റമദാൻ ഈ നോമ്പിൻ്റെ മാസം അത് മാസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ്. വഹുമിൻ ഖസ്വാഇസി ഹാദിഹിൽ ഉമ്മത്തി, ഈ റമദാൻ നോമ്പ് എന്ന് പറയുന്നത് ഈ സമുദായത്തിൻ്റെ പ്രത്യേകതകളിൽപ്പെട്ടതാണ്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അപ്രകാരം പറഞ്ഞിരിക്കുന്നു. വനഖലഹുൽ ഹാഫിദ് ഇബ്നു ഹജർ അനിൽ ജുംഹുരി, ഭൂരിപക്ഷം ഇമാമുകളെ തൊട്ടും ഇമാം ഇബ്നു ഹജറിൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അപ്രകാരം നഖ്ല് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ റമദാൻ നോമ്പ് ഈ സമുദായത്തിൻ്റെ സവിശേഷതകളിൽപ്പെട്ടതാണെന്ന് പറയുമ്പോൾ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞല്ലോ, കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും എന്ന്. അതായത് യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്കുമേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ പൂർവികർക്കുമേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. അപ്പോൾ അവിടെ തശ്ബീഹായിട്ട് അതിനോട് ആ തശ്ബീഹോ, അപ്പോൾ നിങ്ങളുടെ പൂർവികർക്കുമേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ എന്ന് പറഞ്ഞല്ലോ. വഹമലു തശ്ബീഹൽ വാഖിഅ ഫീ ഖൗലിഹി തആല കുമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, ആ തശ്ബീഹിനെ അവർ ചുമത്തി അല മുത്ലഖിസ് ഓം. അവിടെ ഒരു മുത്ലഖിസ് ഓം, കേവലം നോമ്പ്, അത് ഇത്ര നോമ്പ് അതല്ലെങ്കിൽ ഇന്ന സമയം എന്നൊരു നിർണയം അവിടെ അല്ല. റമദാനിൽ എന്ന് അല്ലെങ്കിൽ ഇത്ര നോമ്പ് എന്ന് അങ്ങനല്ല. നോമ്പ് പൊതുവെ അവർക്ക് നിർബന്ധമാണ്. മനസ്സിലായോ? ഇനി മറ്റൊരു അഭിപ്രായമുണ്ട്, അത് നമ്മുടെ സമുദായത്തിൻ്റെ പ്രത്യേകത ഒന്നുമല്ല റമദാൻ നോമ്പ് എന്ന് പറയുന്നത്. പിന്നെന്താ? ഈ നോമ്പ് എന്ന് പറയുന്നത് നിർബന്ധ വ്രതം നമ്മുടെ പ്രത്യേകത ഒന്നുമല്ല. അത് ബിഹംലി തശ്ബീഹി അല ഹഖീഖത്തിഹി, തശ്ബീഹിന് അതിൻ്റെ യഥാർത്ഥത്തിന് മേൽ ചുമത്താം. കാരണം എന്താണ്? പറയപ്പെട്ടിട്ടുണ്ട് ഏതൊരു സമുദായത്തിന് മേലിലും റമദാൻ ഫർളാക്കപ്പെടാതെ ഇല്ല, ഫർളാക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവർ അത് പഴച്ചുപോയി, അതിൻ്റെ യഥാസ്ഥാനത്ത് സംവിധാനിക്കുന്നതിനോട് അവർ പഴച്ചുപോയി, കളം മാറി വേറെ എവിടെയൊക്കെ കൊണ്ടുപോയി വെച്ചു. അങ്ങനെ ആകുമ്പോൾ പിന്നെ ആ തഴീനിൽ മാത്രമാണ് നമുക്ക് ഖുസൂസിയത്ത് ഉണ്ടാകുക. വഫുരിള റമളാനു ഫീ ശഅബാനി താനീസിനിൽ ഹിജ്റ, ഹിജ്റയുടെ 2-ാം കൊല്ലത്തിൻ്റെ ശഅബാനിലാണ് റമളാൻ വ്രതം നിർബന്ധമാക്കപ്പെട്ടത്. മനസ്സിലായോ? ശഅബാൻ, ഹിജ്റ 2-ാം വർഷം ശഅബാൻ മാസത്തിൽ. വലി ഉജൂബി സൗമിഹി സബ്ഉ ഹികമിൻ, ഇമാം ജമൽ റഹിമഹുല്ലാഹ് പറയുകയാണ്, ഈ റമദാൻ വ്രതം നിർബന്ധമാക്കപ്പെട്ടതിന് 7 യുക്തികൾ, ഒരു ഹിക്മത്ത്, തത്വങ്ങൾ പറയുന്നുണ്ട്. ഒന്നെന്താണ്? ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജവ്യഉ അൻഫുസകും ലി വലീമത്തിൽ ഫിർദൗസി, ആ സ്വർഗത്തിലെ സൽക്കാരത്തിന് വേണ്ടി നിങ്ങളെ ശരീരങ്ങളെ പട്ടിണിക്കിടുവീൻ. രണ്ടാമത് പറയുന്നത് അൽസമഹുമുൽ ജൂഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ജൂഇനെ നിർബന്ധമാക്കിയത് ലിയർഹമുൽ ജായിഈന, വിശക്കുന്നവരോട് കരുണ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വിശപ്പിൻ്റെ വില അറിയാത്തവർക്ക് വിശക്കുന്നവരോട് കാരുണ്യം ഒരു താല്പര്യം തോന്നൂല. പട്ടിണി എടുക്കുമ്പോഴേ പട്ടിണിയുടെ വലിപ്പറിയുള്ളൂ. നമ്മളങ്ങനെ ചില ചാരിറ്റിക്കാരൊക്കെ വേദ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഞാനങ്ങനെ ഇല്ലായ്മയിൽ നിന്ന് വളർന്നു വന്നവനാണ്, ആനയാണ് ഞാനാണെന്നൊക്കെ. അതന്നെ. സാലിസുഹ, മൂന്നാമത്തത് ഇന്നൽ അഷിയ അൽ മുഅവജ്ജത, ഈ വളവുള്ള സംഗതികൾ, വളവുള്ള ഏതുപോലെ കൗസ് പോലെ, ആ കുന്തം പോലെ, വില്ല് പോലെ, ഇതൊക്കെ ഈ വളവുള്ളതൊക്കെ തുഖവ്വമു ബിന്നാരി, അത് തീയ കൊണ്ടാണ് അതിൻ്റെ വളവൊക്കെ നിർത്തപ്പെടുക, അടിച്ച് ശരിയാക്കിയിട്ട്. എന്നാൽ കദാലിക തുഖവ്വമു നുഫൂസുൽ മുഅവജ്ജതു അനി ത്വാഅത്തി, സുഹൃതങ്ങളെ തൊട്ട് വളവ് സംഭവിച്ച തെന്നിപ്പോയ ശരീരങ്ങളെ, നഫ്സുകളെ വിശപ്പിൻ്റെ തീയ കൊണ്ടാണ്, അഗ്നി കൊണ്ടാണ് അതിനെ എന്ത് ചെയ്യുക, അതിൻ്റെ വളവൊക്കെ മാറ്റിയിട്ട് നേരാക്കുക. അദാബിൻ്റെ തീയ കൊണ്ടല്ല, അത് അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്തും കരുണയുമാണ്.
നാലാമതൊരു ഹിക്മത്ത് പറയുന്നത് അന്നൽ മലായികത ശഖൂ മആസിയ കസീറത മിനൽ മുഅ്മിനീന ഫഇദാ സ്വാമു റമളാന ഖാല അല്ലാഹു തആല യാ മലായികതി നഅസൂനി ഖാരിജ റമളാന ഫഫീഹി തഹമ്മലു ബശഖതഹു ലിഅജ്ലി ഫറജഅത്തിൽ മലായികതു മിന ശികായത്തി ലശഫാഅ. അതായത് മലക്കുകൾ അള്ളാഹുവിനോട് ഈ വിശ്വാസികളിൽ നിന്ന് ധാരാളം പാപങ്ങൾ ഉണ്ടാകുന്നു എന്നിങ്ങനെ ആവലാതി ബോധിപ്പിച്ചു. അപ്പോൾ റമദാനിൽ ഇവർ നോമ്പെടുത്താൽ അള്ളാഹു തആല പറയും മലക്കുകളെ നോക്കൂ, അവർ റമദാനിൻ്റെ വെളിയിൽ റമദാനിൻ്റെ പുറത്ത് എന്നെ ധിക്കരിച്ചാലും റമദാനിൽ അവർ ആ നോമ്പെടുക്കുന്നതിൻ്റെ കഷ്ടപ്പാടൊക്കെ അവർ സഹിച്ചു, എനിക്ക് റമദാനിൻ്റെ മശക്കത്തിന് അവർ സഹിച്ചു എനിക്ക് വേണ്ടിയിട്ട്. അപ്പം മലക്കുകൾ ഈ ആവലാതി ബോധിപ്പിക്കുന്നതിൽ നിന്ന് ശിപാർശ പറയുന്നതിലേക്ക് മാറിപ്പോകുന്നതാണ്. അഞ്ചാമത്തെ ഹിക്മത്ത് പറയുന്നത് നോമ്പ് കൊണ്ട് വാജിബായ സുഹുദും സുന്നത്തായ സുഹുദൊക്കെ സാധ്യമാകും. ഹറാമിനെ തൊട്ടുള്ള സുഹുദ്. സാദിസുഹ അഞ്ചാമത്തത് എന്താ, ആറാമത്തത് അന്നത്വബീബൻ നാസ്വിഹ ഗുണകാംക്ഷ നടത്തുന്ന ഗുണകാംക്ഷയുള്ള ഒരു വിശുദ്ധരൻ ഡോക്ടർ, അയാൾ പഥ്യം പറയല്ലോ, ചില സംഗതികൾ വർജിക്കാനൊക്കെ പറയും. മനസ്സിലായോ? അതെന്തുകൊണ്ടാണ്? ഈ രോഗിയോടുള്ള ഒരു കരുണയുടെ ഭാഗമായിട്ടല്ലേ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദോഷങ്ങളെ കൊണ്ട് രോഗികളായ ആളുകളോട് അവരോടുള്ള ഒരു കരുണ കൊണ്ട് റഹ്മത്ത് കാരണമായിട്ട് ആ പഥ്യം സ്വീകരിക്കാൻ പറഞ്ഞു. സാബിഉഹ അന്ന ശൈത്വാന അദുവ്വുൽ ലിൽ മുഅ്മിനി വഖദ് ഖാസമഹു വഖറജ അലൈഹി ഫസബീലുൽ മുഅ്മിനീന അൻ യുളയ്യിഖ അലൈഹി ത്വരീഖ ബിമൻഇ ത്വആമി വശറാബി വഹുവ മഅനാ ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ശൈത്വാന യജ്രി മിൻ ഇബ്നി ആദമ മജ്റ ദമി ഫളയ്യിഖു മജ്റാഹു ബിൽ ജൂഇ വൽ അത്ശീൻ. അതായത് ശൈത്വാൻ നമ്മുടെ മുഅ്മിനീങ്ങളുടെ ശത്രുവാണല്ലോ അല്ലേ. അപ്പോൾ മുഅ്മിനീങ്ങളെ പഴപ്പിക്കാൻ വേണ്ടി എപ്പോഴും അവനിങ്ങനെ തക്കം പറത്തിരിക്കുകയാണ്. അപ്പോൾ മുഅ്മിനീങ്ങളുടെ മാർഗം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ സഞ്ചാര പാതകളെ ഇടുക്കമാക്കുക എന്നുള്ളതാണ്. അതായത് അന്നപാനീയാദികളെ തടഞ്ഞുകൊണ്ട് അതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൻ്റെ മഴന എന്താ. നബി തങ്ങൾ പറഞ്ഞു, ആദം സന്തതിയിൽ നിന്ന് രക്തോട്ടമുള്ളിടത്തെല്ലാം പിശാചി സഞ്ചരിക്കും. അപ്പോൾ പിന്നെ അവൻ്റെ ആ സഞ്ചാര ഗമന വഴികളെ നിങ്ങൾ എന്ത് ചെയ്യുക, ദാഹം കൊണ്ടും വിശപ്പ് കൊണ്ടും ഇടുക്കമാക്കും. ഇനിങ്ങനെ 7 ഹിക്മത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി പറയുന്നത് എന്താ, വയങ്കുസു വയക്കുമുലു. ഈ റമദാൻ എന്നുള്ളത് നാഖിസ്വാകും അതുപോലെ തന്നെ കാമിലാകും. റമദാൻ പൂർണ്ണമാകും അപൂർണമാകും. ചിലപ്പോൾ 29 കിട്ടും, ചിലപ്പോൾ 30 കിട്ടും. വിഷമിക്കണ്ട. വസവാബുഹുമാ വാഹിദുൻ. രണ്ടിൻ്റെയും പ്രതിഫലം തുല്യമാണ്. റമദാൻ എന്ന അടിസ്ഥാനത്തിൽ 29 ആയാലും 30 ആയാലും അതിൻ്റെ പ്രതിഫലം തുല്യമാണ്. അപ്പോൾ മഹല്ലുഹു അതിൻ്റെ സ്ഥാനം കമാഹുവ ലാഹിറുൻ എവിടെയാണ്? കമാഹുവ ലാഹിറുൻ ഫിൽ ഫളിൽ മുത്തറത്തബി അലാ റമളാന മിൻ ഗൈരി നളരി ലി അയ്യാമിഹി. റമളാനിൻ്റെ ആ ദിവസങ്ങളിലേക്ക് നോക്കാതെ റമളാൻ എന്ന നിലക്ക്, അതായത് ഇപ്പോൾ 29 ആയാലും 30 ആയാലും റമളാൻ എന്ന നിലക്കുള്ള അതിൻ്റെ ആ ശ്രേഷ്ഠത പരിഗണിക്കുമ്പോൾ രണ്ടിൻ്റെയും സവാബ് തുല്യം തന്നെയാണ്. അതേസമയം അമ്മാമ യത്രത്തബു അലാ യൗമി സലാസീന 30-ാം ദിവസത്തിന് മേലിൽ തുടർന്ന് വരുന്ന ഒന്ന്, അതായത് അതിലെ വാജിബായ സംഗതികളുടെ പ്രതിഫലം, അതിലെ സുന്നത്തായ സംഗതികളുടെ പ്രതിഫലം, അത് ഒരു വർധനവാണ്. അതുകൊണ്ട് ഈ പൂർണ്ണമായ റമദാൻ അപൂർണമായ റമദാനിൻ്റെ മേലെ വരും. അതിൽ സംശയമില്ലല്ലോ. കാരണം എന്താ, 30-ാമത്തെ നോമ്പിന് അന്ന് ഉള്ള ചില പ്രത്യേകതകൾ, അന്നത്തെ അത്താഴം കഴിക്കുക, അന്നത്തെ നോമ്പ് തുറക്കുക, അങ്ങനെ കുറേ വാജിബും സുന്നത്തുമായ കുറേ കാര്യങ്ങൾ അതിലുണ്ടാവുമല്ലോ. അതിൻ്റെ പ്രതിഫലം വേറെ തന്നെ. അതേസമയം റമദാൻ എന്ന അടിസ്ഥാനത്തിൽ മൊത്തത്തിൽ പറയുന്ന പ്രതിഫലം, റമദാൻ എന്ന നിലക്ക് അതിൻ്റെ ആ ദിവസങ്ങളെ പരിഗണിക്കാതെ റമദാൻ എന്ന നിലക്ക് ചില പ്രത്യേകതകളുണ്ടല്ലോ. ആ പ്രത്യേകതകൾ ഈ നാഖിസായ റമദാനിനും പൂർണ്ണമായ റമദാനിനും തുല്യമാണ്. എന്നിട്ട് അവിടെ അതിന് വകഅന്ന ഹിക്മത അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുമുൽ ലഹു റമദാനു ഇല്ലാ സനതൻ വാഹിദ വൽ ബഖിയത്തു നാഖിസത്തുൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആകെ ലഭിച്ചത് 9 റമദാനാണ്. ആ 9 റമദാനിൽ ഒറ്റ റമദാൻ മാത്രം, ഒരു വർഷം മാത്രമാണ് തങ്ങൾക്ക് 30 ദിവസം കിട്ടിയത്. അതായത് പൂർണ്ണമായിട്ട് റമദാൻ കിട്ടിയത് ഒരൊറ്റ വർഷം മാത്രമാണ്. ബാക്കിയൊക്കെ നാഖിസാണ്.
അപ്പം അതിൻ്റെ ഹിക്മത്തായതുപോലെയുണ്ട് സിയാദത്തു തത്മീനി നുഫൂസിഹിം അലാ മുസാവാത്തിൻ നാഖിസുലിൽ കാമിൽ ഫീമാ ഖദ്ദംനാഹു. അതായത് ഈ ഉമ്മത്തിൻ്റെ ആ ഒരു ആശ്വാസം, എന്തിൻ്റെ മേലെ ആശ്വസിക്കുക അവർ, അതായത് ഈ അപൂർണമായ റമദാൻ പൂർണ്ണമായ റമദാനിനോട് തുല്യമാണ്. നമ്മൾ നേരത്തെ മുന്തി പറഞ്ഞ വിഷയം എന്താ? ഐ മിനസ് തവാബിൽ മുത്തറത്തബി അല അസ്വലി സോമി റമദാന. എന്താണ് റമദാൻ നോമ്പിൻ്റെ അസുലിൻ്റെ മേൽ, ആ അസുൽ സോമി റമദാനിൻ്റെ മേലിൽ അതിൻ്റെ ദിവസങ്ങളിലേക്ക് റമദാൻ നോമ്പ് എന്നത് പരിഗണിക്കുമ്പോൾ അതിനുള്ള മഹത്വം, അതിൻ്റെ ദിവസങ്ങൾ പ്രത്യേകം പരിഗണിച്ചിട്ടല്ല. ആ വിഷയത്തിൽ അപൂർണമായ റമദാനും പൂർണ്ണമായ റമദാനും തുല്യമാണ് എന്ന ആ ഒരു വിഷയത്തിൻ്റെ മേലിൽ അവരുടെ മനസ്സിൻ്റെ ആ സമാധാനം ഉണ്ടല്ലോ, ആ സമാധാനത്തിന് വർധനവ് നൽകുക എന്നുള്ളതായിരിക്കും അതിൻ്റെ ഹിക്മത്ത്. അപ്പോൾ തങ്ങൾക്ക് ആകെ കിട്ടിയത്, നമ്മളിങ്ങനെ ബേജാറാവണ്ട, പഠിച്ചോനെ 30 കിട്ടിയില്ലല്ലോ, കിട്ടിയ അത്രയും നല്ലത്, കിട്ടിയില്ല വെച്ച് ബേജാറാവണ്ട. ഈ നാഖിസായ റമദാനും കാമിലായ റമദാനും ഈ പറഞ്ഞ അടിസ്ഥാനത്തിൽ എന്താണ്? ഐ മിനസ് സവാബിൽ മുത്തറത്തിബി അല അസ്ലി സോമി റമദാന മിൻ ഖൈരി നദരിലി അയ്യാമിഹി തുല്യാണ്. അപ്പോൾ അതിനൊരു ആശ്വാസം കിട്ടാൻ നബിതങ്ങൾക്ക് 9 റമദാനിൽ ആകെ ഒറ്റ റമദാൻ മാത്രമേ പൂർണ്ണമായി കിട്ടിയുള്ളൂ. അതാണ് ഇബ്നു ഹജർ തങ്ങൾ ഇവിടെ പറഞ്ഞിരുന്നത്. വേറെ ചില കിതാബുകളിൽ മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട് 2 റമദാൻ പൂർണ്ണമായി കിട്ടി, ബാക്കിയൊക്കെ നാഖിസായി. വേറെ ചില ആൾക്കാർ പറഞ്ഞു നബിതങ്ങൾക്ക് 4 റമദാന്, അതവിടെ ആ ബൈത്ത് കൊടുത്തിട്ടുണ്ട്, നോമ്പിന് ഹിജ്റ 2-ാം വർഷം നിർബന്ധമാക്കപ്പെട്ടു. 9 നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോറ്റു. അതിൽ 4 29 ദിവസമാണ് കിട്ടിയത്. അതല്ല ഇതിനേക്കാൾ കൂടിയത് അതിന് പൂർണ്ണമായി കിട്ടി. അപ്പോൾ 5 പൂർണ്ണമായി കിട്ടി. കദാലി ബഅദിഹിം, അങ്ങനെ ചില ആൾക്കാർ പറഞ്ഞ ഇമാം ഹൈതമി ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത് ഒറ്റ റമദാൻ മാത്രമേ പൂർണ്ണമായി കിട്ടിയിട്ടുള്ളൂ. ഇമാം ദമീരി പറയുന്നത് 2 വർഷം, ബാക്കിയുള്ളതൊക്കെ നാഖീസ്. അപ്പോൾ 2 വർഷം പൂർണ്ണമായി കിട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും റമദാൻ പൂർണ്ണമായാലും അപൂർണമായാലും റമദാൻ എന്ന നിലക്ക് അതിൻ്റെ ദിവസങ്ങൾ ഇങ്ങനെ ഓരോന്നിടത്ത് അതിലേക്ക് നോക്കാതെ അസുലു സോമി റമദാൻ എന്ന അടിസ്ഥാനത്തിൽ അത് രണ്ടും മഹത്വത്തിൻ്റെ വിഷയത്തിൽ പ്രതിഫലത്തിൻ്റെ വിഷയത്തിൽ തുല്യമാണ്. അതവിടെ ഷെർവാനി ആ ഒരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ഷെർവാനി അത് അവിടെ പറയുന്നുണ്ടില്ലേ, ഖദ് യുഖാലു അൽ ഫളുൽ മുത്തറത്തിബു അലാ റമദാന. ഈ റമദാനിൻ്റെ മേൽ മുത്തറത്തിബാകുന്ന ഈ ഫളുൽ എന്ന് പറയുന്നത് എന്താ? അത് അതിൻ്റെ അയ്യാമുകൾക്ക് മേൽ മുത്തറത്തിബാകുന്ന മൊത്തത്തിലുള്ള ഫളുൽ തന്നെയല്ലേ എന്ന് ഇബ്നു ഖാസിം ഇഷ്കാലാക്കിയപ്പോൾ ഷെർവാനി പറയുന്നു, ഷെർവാനി അലി ഷബ്ര മലിസിയെ തൊട്ട് ഉദ്ധരിക്കുന്നു. എന്താ ഉദ്ധരിക്കുന്നത്? അഖൂലു എന്ന് പറഞ്ഞാൽ പറയുന്നു, അങ്ങനെ ആക്കണ്ട. വയുഖാലു ഇന്നലി റമദാന ഫളൻ മിൻ ഹൈസു ഹുവ. റമദാനിലേക്ക് ഒരു മഹത്വമുണ്ട്, അത് റമദാൻ എന്ന നിലക്ക് ബി ഖത്ഉൻ നദരി അൻ മജ്മുഇ അയ്യാമിഹി, അതിൻ്റെ മൊത്തത്തിലെ ദിവസങ്ങളെ തൊട്ടുള്ള നോട്ടം ഖത്ഉ ചെയ്തുകൊണ്ട് അങ്ങോട്ട് നോക്കണ്ട. ഏതുപോലെയൊക്കെ മഗ്ഫിറത്തി ദുനൂബി ലിമൻ സ്വാമഹു ഈമാനൻ വഹ്തിസാബൻ, പ്രതിഫലം ആഗ്രഹിച്ച് വിശ്വാസത്തോടെ റമദാൻ മാസം നോമ്പ് അനുഷ്ഠിച്ചവർക്ക് ദോഷങ്ങൾ പൊറുക്കപ്പെടും. അതുപോലെ തന്നെ നോമ്പുകാർക്ക് പ്രത്യേകം തയ്യാറ് ചെയ്യപ്പെട്ട സ്വർഗവാതിലിലൂടെ കടക്കാൻ കഴിയും. അങ്ങനെ പല സംഗതികളുണ്ടല്ലോ. അപ്പോൾ ആ പറഞ്ഞതൊക്കെ റമദാൻ അപൂർണമായാലും അപൂർണമായാലും അങ്ങനെ തന്നെ. അതേസമയം ഓരോ ദിവസത്തിൻ്റെ മേലിലും തുടർന്ന് വരുന്ന ആ സവാബ് അത് വേറൊരു സംഗതി തന്നെയാണ്. അപ്പം അത് പിന്നെ പൂർണ്ണമായ റമദാനിൽ ആ നിലക്ക് അതുണ്ടാകും, നാഖിസായതിനില്ലാത്തത് ഉണ്ടാകും എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ലല്ലോ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.